ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജനുവരി 24 ബിഷപ്പും ഡോക്ടറുമായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ബധിരർ, അധ്യാപകർ എന്നിവരുടെ രക്ഷാധികാരിയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ്, അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൻ്റെ യഥാർത്ഥ ഇടയനായി അങ്ങ് മാറി. അവരോട് അക്ഷീണം വിശ്വാസം പ്രസംഗിച്ചു. അവരെ മാനസാന്തരത്തിലേക്ക് വിളിച്ചു. പ്രാർത്ഥനയുടെയും സദ്ഗുണത്തിൻ്റെയും ജീവിതം സ്വീകരിക്കാൻ അവരെ പ്രബോധിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ ദൈവത്തെ കൂടുതൽ പൂർണ്ണമായി സ്നേഹിക്കാൻ അവരെ സഹായിച്ചു. ദയവായി അങ്ങ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ പ്രസംഗത്തിന് ഞാൻ പ്രതികരിക്കാനും എനിക്ക് ലഭിച്ച വിളിയുടെ പശ്ചാത്തലത്തിൽ ഒരു വിശുദ്ധനാകാൻ ശ്രമിക്കാനും കഴിയും. വിശുദ്ധ ഫ്രാൻസിസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഫാദർ മാർട്ടിൻ ലൂതർ എന്ന അഗസ്റ്റിനിയൻ പുരോഹിതന് 50 വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് ജനിച്ചു. പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തിന് തിരികൊളുത്തി. ജോൺ കാൽവിൻ്റെ കത്തോലിക്ക വിരുദ്ധ പഠിപ്പിക്കലുകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് വ്യാപിച്ചതിന് വെറും 25 വർഷത്തിനു ശേഷം ജനീവയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ആധുനിക ഫ്രാൻസിലെ സവോയ്സ് ഡച്ചിലെ ഒരു കുലീന കുടുംബത്തിലാണ് ഫ്രാൻസിസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുലീന കുടുംബ പാരമ്പര്യവും പിതാവിൻ്റെ സ്വാധീനവും കാരണം ഫ്രാൻസിസിന് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു. ഒടുവിൽ സിവിൽ നിയമത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടി. ഫ്രാൻസിസിന് വിവാഹം കഴിക്കാൻ ഒരു കുലീന സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ പിതാവ് തിരഞ്ഞെടുത്തിരുന്നു. തൻ്റെ പ്രതിഭാധനനായ മകൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമെന്നും അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ഫ്രാൻസിസിനെ മറ്റൊരു ദിശയിലേക്ക് നയിച്ചു. 1586 19-ാം വയസ്സിൽ മുൻ നിശ്ചയത്തെക്കുറിച്ചുള്ള ഒരു കാൽവിനിസ്റ്റ് പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പങ്കെടുത്തു. അത് അദ്ദേഹം നരകത്തിലേക്ക് വിധിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കാൻ കാരണമായി. ഇത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. മാസങ്ങളോളം അദ്ദേഹം ആ ആശയവുമായി പൊരുതി. ഒടുവിൽ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെയും ഓർമ്മ പ്രാർത്ഥനയിലൂടെയും ഫ്രാൻസിസ് ഈ തെറ്റിൽ നിന്ന് മോചിതനായി. ദൈവത്തിൻ്റെ ശുദ്ധമായ സ്നേഹത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. തെറ്റായ ദൈവശാസ്ത്രം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിച്ചതിനു ശേഷം ഫ്രാൻസിസ് ബ്രഹ്മചര്യ ജീവിതത്തിനായി സ്വയം സമർപ്പിക്കുകയും ഒരു പുരോഹിതനാകാനുള്ള ദൈവം നൽകിയ ആഗ്രഹം പിന്തുടരാൻ തുടങ്ങുകയും ചെയ്തു. ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മകൻ്റെ പൗരോഹിത്യം അംഗീകരിക്കുകയും പിന്നീട് ജനീവ രൂപതയിലെ ഒരു പ്രധാന സ്ഥാനത്ത് നിയമിക്കപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. ജനീവ കാൽവിനിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായതിനാൽ ഫാദർ ഡി സെയിൽസ് ജനീവയിൽ നിന്ന് 20 മൈൽ തെക്കുള്ള ഒരു കത്തീഡ്രലിൽ പ്രസംഗിക്കുകയും താമസിക്കുകയും ചെയ്തു. പുതുതായി നിയമിതനായ പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹം സ്വയം ഒരു പേര് ഉണ്ടാക്കാൻ തുടങ്ങി. മാന്യതയുടെ പോലുള്ള ഗുണങ്ങളോടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നടത്തിയത്. തന്നോട് വിയോജിക്കുന്നവരോട് വലിയ ബഹുമാനം കാണിച്ചു. നവീകരണത്തിൻ്റെ തെറ്റുകൾ മൂലം ആക്രമിക്കപ്പെട്ട ദൈവശാസ്ത്ര സത്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും ഒഴിഞ്ഞു മാറിയില്ല. സദ്ഗുണങ്ങൾ, പ്രാർത്ഥന, വിശുദ്ധി, പാപത്തെ മറികടക്കൽ എന്നിവയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം വിവാദങ്ങളും വിമർശനങ്ങളും ഒഴിവാക്കി. അദ്ദേഹം ദയാലുവായ സ്വഭാവവും ജീവകാരുണ്യ സമീപനവും ഉണ്ടായിരുന്നിട്ടും നിരവധി പ്രാദേശിക കത്തോലിക്ക വിരുദ്ധർ അദ്ദേഹത്തോട് കഠിനമായി പെരുമാറി. അവരിൽ ചിലർ അദ്ദേഹത്തിൻ്റെ ജീവനെ പോലും ഭീഷണിപ്പെടുത്തി. 1602 35-ാം വയസ്സിൽ ഫാദർ ഡി സെയിൽസ് ജനീവയിലെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സുവിശേഷ തീക്ഷ്ണത പൂർണ്ണമായി വളർന്നു. ജനീവയിലെ പൗരന്മാരെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം.
കാൽവിൻ്റെ പഠിപ്പിക്കലുകൾ പിന്തുടർന്ന് പലരും സഭ വിട്ടുപോയി. ആദ്യത്തെ 2 വർഷത്തേക്ക് നിരവധി മതപരിവർത്തനക്കാരെ ആകർഷിക്കുന്നതിൽ ബിഷപ്പ് ഡി സെയിൽസിന് ഫലമുണ്ടായില്ല. എന്നാൽ ക്രമേണ ഓരോ ആത്മാവും അദ്ദേഹത്തിന് വിജയം കണ്ടു തുടങ്ങി. വിശ്വാസത്തിൻ്റെ രേഖാമൂലമുള്ള വിശദീകരണങ്ങൾ ആളുകളുടെ വാതിലുകൾക്കിടയിൽ വയ്ക്കുന്നതിലൂടെയും അവരെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ ക്ഷണിക്കുന്നതിലൂടെയും അദ്ദേഹത്തിൻ്റെ വിജയം പ്രത്യേകിച്ചും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വ്യക്തവും ആദരണീയവും സത്യസന്ധവും ജീവകാരുണ്യവുമായിരുന്നു. സ്നേഹത്തോടെ പ്രസംഗിക്കുന്നവൻ ഫലപ്രദമായി പ്രസംഗിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ബിഷപ്പ് ഡി സെയിൽസ് വളരെ പ്രായോഗികതയുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ. വിശുദ്ധി ആശ്രമത്തിലോ കോൺവെൻറ്റിലോ ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജീവിതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ തൊഴിലിലുമുള്ള എല്ലാവരും വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ബോധ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധീകരിച്ച പുസ്തകമായ ടു ദി ഡിവൗട്ട് ലൈഫ് എന്ന പുസ്തകത്തിൽ വ്യക്തമായി കാണാം. വർഷങ്ങളായി അദ്ദേഹം തൻ്റെ ആത്മീയ ഉപദേഷ്ടാക്കൾക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായിരുന്നു ഈ പുസ്തകം. പാപത്തിൽ നിന്നും പാപകരമായ ശീലങ്ങളോടുള്ള ആസക്തിയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തവും പ്രായോഗികവുമായ ഉപദേശം നൽകിക്കൊണ്ടാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് സദ്ഗുണങ്ങളിൽ പ്രത്യേകിച്ച് വിനയത്തിൽ എങ്ങനെ വളരാമെന്ന് അത് പഠിപ്പിച്ചു. പ്രലോഭനങ്ങളെ മറികടക്കുക, ഉത്കണ്ഠയും സങ്കടവും മറികടക്കുക, ഒരാളുടെ ജീവിതം എങ്ങനെ പുതുക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യായാമങ്ങളും ഇത് നൽകി. അത് ഒരാളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല. ഈ പുസ്തകവും മറ്റ് രചനകളും അനേകരെ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചു. 1610 തൻ്റെ ആത്മീയ ഉപദേഷ്ടാക്കളിൽ ഒരാളായ ഭാവി വിശുദ്ധ ജെയിൻ ഡി ചാൻഡിലിൻ്റെ സ്ത്രീകളുടെ വിശുദ്ധ മേരി സന്ദർശനക്രമം സ്ഥാപിക്കാൻ അദ്ദേഹം സഹായിച്ചു. അവൾക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായ കത്തുകൾ പുതുതായി സ്ഥാപിതമായ അവരുടെ സഭയിലെ സ്ത്രീകൾക്ക് ആത്മീയ രൂപീകരണത്തിൻ്റെ ഒരു ഉറവിടമായി മാറി. സഭയ്ക്കുള്ളിലെ പുരോഗതി നിരസിച്ചതിന് ശേഷം ബിഷപ്പ് ഡി സെയിൽസ് തൻ്റെ പ്രാദേശിക രൂപതയിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി തൻ്റെ സമയവും ഊർജവും നീക്കിവെച്ചു. കാൽവനിസ്റ്റുകളായി മാറിയ 40,000 കത്തോലിക്കരെ വരെ ബിഷപ്പ് ഡി സെയിൽസ് തിരികെ നേടിയെന്ന് പറയപ്പെടുന്നു. 9 വർഷം പുരോഹിതനായും 20 വർഷം ബിഷപ്പായും സേവനമനുഷ്ഠിച്ച ശേഷം ബിഷപ്പ് ഡി സെയിൽസ് ഒരു പക്ഷാഘാതം സംഭവിച്ച് താമസിയാതെ മരിച്ചു. അദ്ദേഹം അവസാനമായി എഴുതിയ കാര്യങ്ങളിലൊന്ന് വിനയം എന്ന വാക്കുകളായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആട്ടിൻകൂട്ടത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മരണാന്തര പ്രബോധനം. ഈ വിശുദ്ധ ബിഷപ്പിനെ നാം ബഹുമാനിക്കുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഇടയനായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ ശ്രമിക്കുക. വിശുദ്ധിയിലേക്കുള്ള നിങ്ങളുടെ വിളിയെ അദ്ദേഹം ഗൗരവമായി എടുക്കുമായിരുന്നു. കൂദാശയിൽ നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പാപത്തെ മറികടക്കാനും തുടർന്ന് സദ്ഗുണത്തിൽ പ്രത്യേകിച്ച് വിനയത്തിൽ വളരാനും അദ്ദേഹം നിങ്ങളെ ഉദ്ബോധിപ്പിക്കുമായിരുന്നു. ദൈവം തൻ്റെ കത്തോലിക്ക സഭയിലൂടെ വെളിപ്പെടുത്തിയ എല്ലാ സത്യങ്ങളും പഠിക്കാനും വിശ്വസിക്കാനും ഒരു വിശുദ്ധനാകാൻ ദൈനംദിന പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും സങ്കല്പിക്കാവുന്ന എല്ലാ പ്രായോഗിക മാർഗങ്ങളും തേടാനും അദ്ദേഹം നിങ്ങളെ സഹായിക്കുമായിരുന്നു. വിശുദ്ധി സന്യാസിക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം നിങ്ങളെ പതിവായി ഓർമ്മിപ്പിക്കുമായിരുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെയും വിളിക്കുന്നു. അവൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഒരാളായി പ്രതികരിക്കുക. ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന പാത പിന്തുടരാൻ ദൃഢനിശ്ചയം ചെയ്യുക.
നിങ്ങളുടെ ജീവിതം കൊണ്ട് അവനെ സ്നേഹിക്കാനും മഹത്വപ്പെടുത്താനും ശ്രമിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ്, അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൻ്റെ യഥാർത്ഥ ഇടയനായി അങ്ങ് മാറി. അവരോട് അക്ഷീണം വിശ്വാസം പ്രസംഗിച്ചു. അവരെ മാനസാന്തരത്തിലേക്ക് വിളിച്ചു. പ്രാർത്ഥനയുടെയും സദ്ഗുണത്തിൻ്റെയും ജീവിതം സ്വീകരിക്കാൻ അവരെ പ്രബോധിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ ദൈവത്തെ കൂടുതൽ പൂർണ്ണമായി സ്നേഹിക്കാൻ അവരെ സഹായിച്ചു. ദയവായി അങ്ങ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ പ്രസംഗത്തിന് ഞാൻ പ്രതികരിക്കാനും എനിക്ക് ലഭിച്ച വിളിയുടെ പശ്ചാത്തലത്തിൽ ഒരു വിശുദ്ധനാകാൻ ശ്രമിക്കാനും കഴിയും. വിശുദ്ധ ഫ്രാൻസിസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.